2 മാസം പിന്നിടുകയാണ് ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തുരത്താനുള്ള ഇസ്രായേലിന്റെ യുദ്ധം. ഇടയ്ക്കുണ്ടായ വെടിനിർത്തലിന് ശേഷം ഉഗ്രയുദ്ധമാണ് ഗാസയിൽ നടക്കുന്നത്. ഗാസയുടെ ഏതാണ്ട് വലിയൊരു പങ്ക് പ്രദേശവും ആക്രമണത്തിൽ തകർന്നടിഞ്ഞതായാണ് റിപ്പോർട്ട്. ജനവാസ മേഖലകളും തകർന്നടിഞ്ഞു. മുൻ യുദ്ധങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ഇക്കുറി പെട്ടെന്നൊരു പുനർനിർമ്മാണം സാധ്യമല്ലെന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിൽ ഹമാസ് ഭീകരരെ വകവരുത്താൻ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം 2 മാസം പിന്നിട്ടു. ഇടതടവില്ലാതെ ബോംബും മിസൈലും വർഷിച്ചും കരയുദ്ധം നടത്തിയും ഇസ്രായേൽ സൈന്യം ഗാസയിൽ കുടികുത്തി. ഗാസയുടെ ഏതാണ്ട് 1/3 ഭാഗവും ഇസ്രായേലി സൈന്യത്തിന്റെ പിടിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. വടക്കൻ ഗാസ പൂർണ്ണമായി തകർന്ന നിലയിലാണെന്നും പലസ്തീനി ജനത താമസിച്ചിരുന്ന വീടുകളുടെ ഭാഗത്ത് കോൺക്രീറ്റ് കൂമ്പാരമാണ് ബാക്കിയുള്ളതെന്നുമാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗാസയുടെ 1/3 ഭാഗത്തും മനുഷ്യവാസം സാധ്യമല്ലാത്ത സാഹചര്യമാണ് യുദ്ധം ബാക്കിയാക്കിയിരിക്കുന്നത്. ദ ഗാർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഗാസയിലെ 40% വീടുകളും ബോംബിങ്ങിലും മിസൈൽ ആക്രമണത്തിലും തകർന്നിട്ടുണ്ട്. 18 ലക്ഷം ഗാസ നിവാസികൾ ഭവനരഹിതരായെന്നാണ് UN പറയുന്നത്. ഇവരെല്ലാം എത്തിയതോടെ UN ഷെൽട്ടറുകൾ നിറഞ്ഞു കവിയുകയും ചെയ്തു. യുദ്ധം കഴിഞ്ഞാലും ഷെൽട്ടറുകളിൽ നിന്ന് മടങ്ങുന്നവർ എവിടെ താമസിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. ഒക്ടോബർ 7-ന് വടക്കൻ ഗാസയിലാണ് ഇസ്രായേലി സൈന്യം ആക്രമണം തുടങ്ങിയത്. അപ്പോൾ തെക്കൻ ഗാസയിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ഇസ്രായേലി സൈന്യം ഗാസ നിവാസികളോട് പറഞ്ഞിരുന്നത്. വെടിനിർത്തലിന് ശേഷം ഇസ്രായേലി സൈന്യം തെക്കൻ ഗാസയിലാണ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാരായ പലസ്തീനികളോട് ഇപ്പോൾ റാഫയിലേക്ക് നീങ്ങാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ഇങ്ങനെ റാഫയിലേക്ക് എത്തിയിട്ടുള്ളതെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഗാസയിലെ ബോംബിംഗ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കിയെന്ന് ഇസ്രായേലി സൈന്യവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് വരുത്തിവെച്ചതാണ് ഈ സാഹചര്യമെന്നാണ് അവരുടെ വാദം. സ്കൂളുകളിലും ആശുപത്രികളിലും ഹമാസുകാർ ഒളിച്ചിരുന്നതാണ് ഇത്ര വലിയ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും ഇസ്രായേലി സൈന്യം പറയുന്നു. മുമ്പുണ്ടായിട്ടുള്ള യുദ്ധങ്ങളിലും ഗാസയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഗൾഫ് രാജ്യങ്ങളുടെ കൈത്താങ്ങിലാണ് ഗാസയിൽ പുനർനിർമ്മാണം നടന്നതും ജനങ്ങൾക്ക് തിരികെ എത്താനും കഴിഞ്ഞത്. പക്ഷേ ഇക്കുറി ഉണ്ടായിരിക്കുന്ന തകർച്ച മുമ്പത്തേതുപോലെയല്ല. ഗാസയുടെ മുക്കും മൂലയും വരെ ഇസ്രായേലി ലക്ഷ്യത്തിൽ ബോംബും മിസൈലും പതിച്ച് തകർന്നു. ഇക്കുറി ആക്രമണം നടത്തി ഇസ്രായേലി സൈന്യം മടങ്ങുകയല്ല ചെയ്യുന്നതെന്നതും പ്രധാന കാര്യം തന്നെയാണ്. ഹമാസുകാർക്കായി വ്യാപകമായ തെരച്ചിലാണ് നടക്കുന്നത്. ഹമാസുകാർ ഉണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങൾ 2-1 നോക്കാതെ തകർത്തു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ 98,000 കെട്ടിടങ്ങൾ നവംബർ അവസാനമായപ്പോൾ തന്നെ തകർന്നടിഞ്ഞതായാണ് ഇതാ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വെടിനിർത്തൽ തുടങ്ങുന്നതിന് മുമ്പത്തെ കണക്കാണ്. വെടിനിർത്തൽ കഴിഞ്ഞ് വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ സാഹചര്യം കൂടുതൽ ഗുരുതരമായിട്ടേ ഉണ്ടാകൂ. ഗാസയിലെ പലസ്തീൻ കോടതിയായ ജസ്റ്റിസ് പാലസ്, പലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കോംപ്ലക്സ്, 3390 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 167 ആരാധനാലയങ്ങൾ എന്നിവ തകർന്ന കൂട്ടത്തിലുള്ളതായും ഗാർഡിയൻ റിപ്പോർട്ട് പറയുന്നു. ഗാസയിലെ 35 ആശുപത്രികളിൽ പ്രവർത്തനക്ഷമമായി ഇപ്പോഴുള്ളത് വെറും 9 മാത്രമാണ്. 17,000 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് മറ്റൊരു കണക്ക്. ഇതിൽ 60% തദ്ദേശീയരാണ്. ഗാസയിലെ ശേഷിക്കുന്ന ജനങ്ങളുടെ പകുതിയിലധികവും കൊടും പട്ടിണിയിലാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. UN നടത്തുന്ന ഭക്ഷണ വിതരണവും ഉഗ്രയുദ്ധത്തെ തുടർന്ന് ഏതാണ്ട് നിലച്ച മട്ടാണ്. പലയിടങ്ങളിലും യുദ്ധമുഖത്തുകൂടി ആശ്വാസ വസ്തുക്കളോ ഭക്ഷണമോ എത്തിക്കാൻ കഴിയാത്ത നിലയിലാണെന്നാണ് റിപ്പോർട്ട്. തദ്ദേശീയർ കൊല്ലപ്പെടുന്നത് വേദന ഉളവാക്കുന്ന കാര്യമാണെന്ന് ഇസ്രായേലി സൈന്യം തുറന്നു സമ്മതിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വഴിയില്ലെന്നാണ് അവരുടെ വാദം. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ മറ്റൊരു വിധേനയും വിജയം കണ്ടെത്താനാകില്ലെന്നാണ് IDF വ്യക്തമാക്കുന്നത്. അതേസമയം യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഹമാസിലെ പലരും കീഴടങ്ങുന്നതായും ഇസ്രായേലി സൈന്യം പറയുന്നുണ്ട്. ഇത് ഹമാസ് നെറ്റ്വർക്ക് തകർന്നതിന്റെ സൂചനയായാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്.